പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, കൽതായി മീഡിയയുടെ മന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, സുഖമായിട്ടിരിക്കുന്നു. ഈ തിങ്കളാഴ്ച സന്ധ്യാസമയം ഈ മന്നായുടെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഒരിച്ചിരി സമയം ദൈവവചനം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരെ കുറിച്ചാണ്. കുറ്റപ്പെടുത്തുന്ന, ആരെയും എന്തിനും വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമുള്ള ഒരു വലിയൊരു സ്വഭാവം. നല്ല സ്വഭാവമൊന്നുമില്ല കേട്ടോ, ദുസ്വഭാവമുള്ളവരെ പ്രത്യേകം ആ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറാൻ, ഒരു നല്ല ആരെയും കുറ്റങ്ങളും കുറവുകളും അല്ല, മറ്റുള്ളവരുടെ നന്മകളും മേന്മകളും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഇച്ചിരി സമയമൊന്ന് നമുക്ക് ഈ ദൈവവചനം ശ്രവിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ജെറുസലേമിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ അവൻ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന്, നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം എവിടെ നിന്ന് ആർ തന്നു എന്നും അവനോട് ചോദിച്ചു. കർത്താവ് ഒരു ദിവസം പള്ളിയൊക്കെ കാണാനായിട്ട് ജെറുസലേം പള്ളിയിലേക്ക് പോയതാണ് കേട്ടോ. അപ്പം അകലെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവണം പുരോഹിതന്മാർ. ഉടനെ വാടാ, ക്രിസ്തു വന്നിട്ടുണ്ട്, വായോ, അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു കൂട്ടം പുരോഹിതന്മാർ ശാസ്ത്രിമാർ കർത്താവിൻ്റെ അടുത്ത് വന്ന്, എന്ത് അധികാരം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്? നിനക്ക് എവിടുന്ന് അധികാരം കിട്ടിയേ? രോഗികളെ സുഖപ്പെടുത്തുന്നു, പാപികളോടുകൂടെ നീ ഭക്ഷണം കഴിക്കുന്നു, വെറുക്കപ്പെടേണ്ട സ്ത്രീകളോടുകൂടെ വേശ്യകളോടുകൂടെ നീ നിന്റെ സമയം ചെലവഴിക്കുന്നു. നീ ഒരു യഹൂദനാ, മറന്നേക്കരുത് ക്രിസ്തുവേ. നീ ഞങ്ങൾക്ക് കൂടി പേര് ദോഷം ഉണ്ടാക്കാനായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, അവനിലുള്ള കുറവുകളെ കണ്ടെത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ് അവരെ. ഈയിടെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ കാണാനായിട്ട് ഇടവന്നു കേട്ടോ. വലിയൊരു ഷോപ്പിംഗ് മോളിലെ ഭാര്യയും ഭർത്താവും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരു തക്കാളി പോലെ, തക്കാളി നല്ല, നമുക്കറിയാം ഷോപ്പിംഗ് മോളിലൊക്കെ നമ്മൾ മനോഹരമായ ആ തക്കാളി പെറുക്കി നോക്കി കേടില്ലാത്തതൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ്. ഭാര്യ എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവും സഹായിക്കാനായിട്ട് ഒരു തക്കാളി എടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തു. നോക്കി നല്ലതാണോ എന്ന് നോക്കിയാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അത് കണ്ട വഴിക്ക് ഭാര്യ അത് മാറ്റി വെച്ചു. അത് കൊള്ളില്ല, പൊട്ടയാണെന്നുള്ള അർത്ഥത്തിൽ. മറ്റൊരെണ്ണം കൊടുത്തു, അതും കൊള്ളില്ലെന്നുള്ള അർത്ഥത്തിൽ മാറ്റി തിരികെ അതിലേക്ക് തന്നെ വെച്ചു. ഇവളാണെങ്കിലോ നോക്കി ഇൻസ്പെക്ട് ചെയ്തത് കണ്ട് നോക്കി മനോഹരമായത് അവളുടെ കൂടയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഭർത്താവ് കൊടുക്കുന്നതൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ പൊട്ടയാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ഇവൾ. അപ്പോഴാണ് ഈ വീഡിയോ ക്യാമറാമാൻ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇവൾ മാറ്റിവെച്ച ആ തക്കാളിയിൽ നിന്നാണ് ഈ ഭർത്താവ് എടുത്ത് ഓരോന്ന് ഇവൾക്ക് കൊടുക്കുന്നത്. ഇവൾ നല്ലതെന്ന് കണ്ട്, മനോഹരമാണെന്ന് കണ്ട് മാറ്റിവെച്ച ആ ഫലങ്ങളാണ് ഇവൻ അത് കൊടുക്കുമ്പോൾ അത് പൊട്ടയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും. അത് ഫലത്തിലല്ല, അത് ചെയ്യുന്ന ആളിലാണ് കുറവ്. ക്രിസ്തു ചെയ്ത പ്രവർത്തികളല്ല അവരെ വേദനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉളവാക്കുന്നത്. അത് ക്രിസ്തു ചെയ്തതുകൊണ്ട്, ക്രിസ്തു എന്ന മനുഷ്യനോടുള്ള, യേശു എന്ന മനുഷ്യനോടുള്ള ഒരു വിരോധമുണ്ട്. നമുക്കുണ്ട്, ചില സമയത്തൊക്കെ ഉണ്ട് അല്ലേ, ചില വ്യക്തികളോടുള്ള ചില വിരോധങ്ങൾ. അയാൾ, ആ വ്യക്തി എന്തു ചെയ്താലും കുറ്റങ്ങളേ ഉള്ളൂ, കുറവുകളേ ഉള്ളൂ. അവൻ്റെ വീഴ്ചകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രാപ്പകലില്ലാതെ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ പിറകെ നടന്നു ചെല്ലാറുണ്ട്. ക്രിസ്തുവിനും ഇത് തന്നെയാണ് കേട്ടോ. അവൻ്റെ ഓരോ ചലനങ്ങളും ഈ പുരോഹിതന്മാർ സൂക്ഷ്മദർശിനി വെച്ച് നോക്കുകയാണ് എന്തൊക്കെ കുറവുകളുണ്ടെന്ന്. അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കണം കേട്ടോ. ഒരുവൻ്റെയും കുറവല്ല, നമ്മുടെ കർത്താവ് നൽകിയ നമ്മുടെ ഇണയുടെ എത്രയോ കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നേ. നമ്മുടെ മക്കളുടെ
എത്രയോ കുറവുകൾ, ബലഹീനതകൾ. ആ ബലഹീനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ. നമ്മുടെ അയൽക്കാരൻ്റെ എത്രയോ കുറവുകൾ, വീഴ്ചകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അത് ക്ഷമിക്കുവാനും സാധിക്കണമെന്നേ. നമ്മളുമായിട്ട് ഇടപെടുന്നവർ, നമ്മുടെ വൈദികരുടെ കുറവുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണമെന്നേ. കുറവുകളെ കണ്ടുപിടിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുന്നവരാകരുതേ. എന്നുകൂടി അച്ഛൻ പറയുവാണ്, മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കുന്നവരിൽ വ്യഗ്രതയുള്ളവരാകരുതേ. ആ വ്യഗ്രത നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരെ നീ കുറ്റം ആരോപിക്കുമ്പോൾ, അതിൽ വ്യഗ്രത കാണിക്കുമ്പോൾ, അത് നിനക്ക് തന്നെ, നിന്റെ ജീവിതത്തെ തന്നെ ഏറ്റവും അധികം പൈശാചികമായിട്ട് ബാധിക്കുകയാണെന്ന് നീ തിരിച്ചറിയുക. അച്ഛൻ പറഞ്ഞു, ഈ കുറവുകളും കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിനെയും ഈ കുറവുകൾ കണ്ടുപിടിച്ചപ്പോൾ അവൻ നിരാശനായിട്ടിരിക്കുകയല്ല കേട്ടോ ചെയ്തത്. അവൻ അതിനൊന്നും ചെവി കൊടുത്തില്ലെന്നേ. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും അവൻ നിർത്തിയില്ലെന്നേ. ദൈവഹിതം ഇന്നതാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ഈ ലോകം മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തിയാലും നിനക്കെതിരെ നിന്നാലും കർത്താവിൻ്റെ ഹിതമാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ആ പാതയിലൂടെ മുൻപോട്ട് പോകാനായിട്ട് നീ ഒരിക്കപ്പോലും നീ വിമുഖത കാണിക്കേണ്ട ആവശ്യമില്ല. തമ്പുരാൻ നിന്നെ കാത്തോളൂ. തമ്പുരാൻ്റെ ഹിതമായിരിക്കണം കേട്ടോ. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കണം കേട്ടോ. 1000 പേരോ 10,000 പേരോ നിനക്കെതിരെ നിന്നോട്ടെ, ഒരു ശത്രു സൈന്യം മുഴുവൻ നിനക്കെതിരെ നിന്നോട്ടെ. വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നുണ്ട്, ശത്രുക്കൾ നിനക്കെതിരെ 1000 വരും, പക്ഷെ അവർ 10,000 പിന്തിരിഞ്ഞോടും. അതുപോലെ ദൈവഹിതം ഇന്നതാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ നിനക്കെതിരെ എത്ര വ്യഗ്രതയോടെ കുറ്റം ആരോപിക്കാനും നിൻ്റെ ബലഹീനതകൾ മാടി നടക്കാനും ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിലും തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആ മേഖലകളിൽ യാതൊരു പരാജയഭീതിയും കൂടാതെ മുൻപോട്ട് പോകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് ഈ സന്ധ്യയോടടുക്കുന്ന ഈ സമയം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളിലെ, ബലഹീനതകളിലെ അത് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതകളല്ല നമുക്ക് വേണ്ടത്. ആ വ്യഗ്രതയോടെ നീ മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിനക്കും ഇതേപോലെ ഒരു ശത്രു സൈന്യത്തെ അവൻ നിർത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും നിൻ്റെ ബലഹീനതകളെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്നുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്തിരിഞ്ഞു പോവരുത്. അത് സാത്താൻ്റെ വിജയ. മുന്നേറുക, കാരണം നിൻ്റെ കൂടെ കർത്താവുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, എനിക്കുണ്ടാകുന്ന കുറവുകളും ബലഹീനതകളും വീഴ്ചകളും കണ്ടുപിടിക്കാനായിട്ട് പലരും ഈ ലോകത്തിലുണ്ടെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാതെ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ എന്നെ സഹായിക്കണമേ. ഒരുപക്ഷെ അങ്ങയുടെ ഹിതപ്രകാരം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ കുറവുകൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ ബലഹീനതകൾ ആരെങ്കിലും പാടി നടക്കുമ്പോൾ അങ്ങയോടുകൂടെ ചേർന്ന് ആത്മവിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ എന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം എന്നങ്ങോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അങ്ങയോട് നന്ദി പറയുന്നു. ആമേൻ.